ഹായ് ഗൈസ്, ഇറ്റ്സ് മീ കോസ്മെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാർ ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കി അന്നേരം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഏകദേശം ഒരു 20 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ വരും. കറിവേപ്പില, വെളുത്തുള്ളി 2 കുടം, ഒരു 6 പച്ചമുളക്. നെല്ലിക്ക നല്ല കഴുകി ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇവനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഈ സ്റ്റീം ചെയ്തെടുക്കുന്ന വെള്ളം നമ്മൾ ഇതിന്റെ ബാക്കി പ്രോസസ്സിന് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അത് കളയരുത്. നല്ല വെള്ളത്തിൽ സ്റ്റീം ചെയ്തെടുക്കുക. നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഈ സ്റ്റൗ ഒന്ന് കത്തിക്കാം. അതിലേക്ക് നമുക്കൊരു സ്റ്റീമർ വെച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഈ വെള്ളം തന്നെ നമ്മൾ അച്ചാറിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെച്ച് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ പാത്രം വെച്ച് കൊടുത്തിട്ടേ അല്ലെങ്കിൽ നെല്ലിക്ക വെച്ച് കൊടുക്കാം. ശ്രദ്ധിക്കുക, കഴുകി തുടച്ച് എടുത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നേരത്തെ കണ്ടല്ലേ, നല്ല വെന്ത് ഇതിങ്ങനെ അടന്നു വരും. അതിൻ്റെ ആ ഊറിടുന്ന സത്തെല്ലാം മടി വെള്ളത്തിൽ കിടക്കുകയും ചെയ്യും. അത് നമുക്ക് അച്ചാറിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവരൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ചെറിയ ഉറപ്പുണ്ട്, നല്ല സോഫ്റ്റായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. അന്നേരം സ്റ്റീം കുറച്ച് നേരം ഒന്ന് കൊള്ളുകയും ചെയ്യും, ഒന്ന് തണുത്ത് കിട്ടുകയും ചെയ്യും. എന്നാലും നമുക്ക് അടത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 5-8 മിനിറ്റ് ആയി. ഇപ്പോഴും സ്റ്റീമുണ്ട്. നമുക്കിവനെ നടത്തിയെടുക്കാം. അടർന്നു വരുന്നത് നല്ല രീതിയിൽ അടത്തി ഇതിന്റെ കുരു മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തം സ്റ്റീം കയറ്റി വേവിച്ച് ഇതിൻ്റെ കുരു മാറ്റി മൊത്തത്തിൽ അടത്തിയെടുത്തിട്ടുണ്ട്. ഓരോ അല്ലിയായിട്ട് ഇങ്ങനെ അടത്തിയെടുക്കുക. ഇതിൻ്റെ സ്റ്റീം ആക്കിയ വെള്ളമില്ലേ, അത് നമുക്ക് എടുത്ത് വെക്കാം. ഇത് നമുക്ക് അച്ചാറിൽ ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്കൊന്നുകൂടെ തീർത്തിക്കാം. അല്ലെങ്കിൽ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നല്ലെണ്ണ എപ്പോഴും ഉപയോഗിക്കുന്ന കേട്ടോ. ആവശ്യത്തിന് നല്ലെണ്ണ, കുറച്ച് നേരം ഒഴിച്ചോ കുഴപ്പമൊന്നുമില്ല. നല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 സ്പൂണ് 2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടം കണ്ട് അതിലേക്ക് നമുക്ക് ഉലുവ 1 സ്പൂൺ ഇട്ട് കൊടുക്കാവേ. 1 സ്പൂൺ ഉലുവ. കടുകും ഉലുവ പൊട്ടി നമുക്കതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ച് വിടാം, ഫുള്ളായിട്ട് വിടാം. നമ്മുടെ ചോയ്സ്. ഒന്ന് മൂത്ത് അതിൻ്റെ വെള്ളം ഒന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ പച്ചമുളക്, ഇപ്പോൾ നമ്മുടെ കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് എടുക്കും കേട്ടോ. അതായത് നമ്മുടെ ഈ മുളകും വെളുത്തുള്ളിയിലെ വെള്ളം എല്ലാം നല്ല രീതിയിൽ പോകണം. ഒന്ന് ഉണങ്ങി വരണം. കാരണം അച്ചാറിൽ വെള്ളത്തിൻ്റെ അംശം ഒരു കാരണവശാലും പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എളുപ്പം അഴുക്കായി പോകും. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ സിമ്മിലേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണോളം ഇലക്കോട്, മഞ്ഞൾ, മുളക് പൊടി ഒരു 6 സ്പൂൺ. ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരിയാണ്, അതുകൊണ്ടാണ് 6 സ്പൂൺ എടുത്തത്. അല്ലെങ്കിൽ അറിയില്ലേ, 6 5 ആയുള്ളൂ.
6. ഈ കാശ്മീരിയാണ്, എരിവില്ല, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 സ്പൂണ് മൊത്തത്തിൽ, അതായത് 2 സ്പൂൺ എരിവുള്ളതും 2 സ്പൂൺ കാശ്മീരി ഉപയോഗിക്കാം. ഒരു 1/2 സ്പൂണോളം ഉലുവാപ്പൊടി, പച്ച ഉലുവ പൊടിച്ചതാണ്. ഒന്ന് മൂപ്പിച്ചെടുക്കുക. കായം ഒരു 1/4 സ്പൂണോളം മതി. പക്ഷെ കായം വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റും ചേർക്കാം, ഇപ്പോഴും ചേർക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇവൻ മൂത്ത് വന്നു. നമുക്കിതിലേക്ക് നമ്മുടെ എടുത്തു വെച്ച ആ സ്റ്റോക്ക് ഇതാണ് നമ്മുടെ ഗ്രേവി ആയിട്ട് വരിക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമ്മുടെ വിനെഗർ ആഡ് ചെയ്യുവാണ്. ഏകദേശം ഒരു 3/4 കപ്പോളം വിനെഗർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് പുളിയുണ്ട്. ഉപ്പ് കുറച്ചും കൂടെ വേണം. കുറച്ചു ഇപ്പം നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. നെല്ലിക്ക അച്ചാർ വളരെ ഈസിയാണ്, ചെറിയ പ്രോസസ്സേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ചോറിനൊക്കെ ഒരു നല്ല സാധനമാണ് കേട്ടോ. നമുക്ക് പിന്നെ ഒന്ന് തിളപ്പിക്കുക, ഓഫാക്കി വെക്കാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല ജാറിലേക്ക് എടുത്ത് അടച്ച് വെക്കുക. പിന്നെ അറിയില്ല, നിങ്ങളുടെ നാട്ടുവഴികളൊക്കെ ഇത് അഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടായ എണ്ണ കൊണ്ട് വെച്ച് കൊടുക്കുക, എണ്ണ നനച്ച തുണിയിട്ട് കൊടുക്കുക. അധികം അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇൻസ്റ്റൻറ്റ് ഉപയോഗിക്കുന്നതല്ലേ. അന്നേരം ഇന്നുണ്ടാക്കിയാൽ നാളെ തൊട്ട് എന്തായാലും ഉപയോഗിക്കാൻ കൊള്ളാം, ഒരു കുഴപ്പമില്ല. ഇന്നെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ ഒന്നുകൂടെ. സൂപ്പർ. ഒരു പ്ലേറ്റ് ചോറിനാം. നമ്മുടെ അച്ചാർ റെഡിയാണ്. നമുക്കിനെ ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനെ ജാറിലേക്ക് മാറ്റാം. ഇവിടെ അടച്ചിരിക്കട്ടെ കേട്ടോ, കുറച്ചു നേരം. നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മുടെ അച്ചാർ റെഡിയാണ് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറാട്ടോ. ഒരു പ്ലേറ്റ് ചോറിനാം. അപ്പോൾ ഈ നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടി വളരെ ഈസിയാണെന്ന് മനസ്സിലായില്ലേ? ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ഇറ്റ്സ് മീ കോ സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.